ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങൾ അല്ലിയുടെ മുടി വെട്ടാൻ പഴനിക്ക് പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം വൈകിട്ടുള്ള അമൃത എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ പഴനിയിലോട്ട് പോയത്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരത്തെ റിസർവ് ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പഴനിയിലെത്തി കേട്ടോ. അതിനുശേഷം ഞങ്ങളൊരു ഓട്ടോയൊക്കെ വിളിച്ചിട്ടാണ് ഞങ്ങൾ താമസിക്കുന്ന അക്കോമഡേഷനിലോട്ട് പോയത്. സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയത്. അതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു ഈ വ്യൂ ഒക്കെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി ഫ്രഷായിട്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു, പഴനിയുടെ അങ്ങോട്ട്. ഞങ്ങൾ എന്തായാലും ചെന്ന ദിവസം എന്തായാലും പഴനിയിൽ പോകുന്നില്ല, വൈകിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടിരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി. അല്ലിയുടെ മുടി മുറിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പഴനിമല കയറുന്നുള്ളൂ. അപ്പോൾ അന്ന് ഒരു പകൽ സമയങ്ങളിലൊക്കെ ഞങ്ങൾ അല്ലിക്ക് വേണ്ടി കുറച്ച് ടോയ്സൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇഷ്ടം പോലെ ടോയ്സ് ഉണ്ടായിരുന്നു. അതുപോലെ പ്രൈസ് നല്ല കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ടോയ്സൊക്കെ വാങ്ങി. അപ്പോൾ അതിൻ്റെ പുറത്തായിട്ട് കുറച്ചിങ്ങനെ വഴിപാട് ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു തൊഴുതിട്ട് ഞങ്ങൾ പതിയെ ഇറങ്ങി. വീണ്ടും ടോയ്സിൻ്റെ സ്ഥലത്തോട്ട് തന്നെയാണ് കേട്ടോ പോയത്. 3 ടോയ്സ് 150 രൂപ അങ്ങനെ ഉള്ളൊരു റേറ്റിലായിരുന്നു. അങ്ങനെ ടോയ്സൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ റൂമിലെത്തി. അല്ലി ഉറങ്ങിയ സമയത്താണ് ഞങ്ങൾ അല്ലിയുടെ മുടിയെടുത്തത്. അപ്പോൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ശിവയുടെ കണ്ണ് നല്ലോണം നിറയുന്നുണ്ട്. ശിവയുടെ ആഗ്രഹം അനുസരിച്ചാണ് കേട്ടോ പഴനിയിൽ പോയി മുടിയെടുത്തത്. എനിക്ക് അല്ലിക്ക് മുടി നീട്ടി വളർത്തണമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ എന്തായാലും നമ്മൾ ഫസ്റ്റത്തെ മുടി എല്ലാവരും എടുക്കുമല്ലോ, അതുകൊണ്ട് എടുത്തതാണ്. പിന്നെ ശിവയ്ക്ക് നേർച്ചയുണ്ട്, ശിവ വിചാരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ പറഞ്ഞു. പിന്നെ പഴനിയിൽ ഫ്രീ ആയിട്ട് മുടിയെടുക്കുന്ന ദേവസ്വത്തിൻ്റെ തന്നെ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ പോയാണ് എടുക്കേണ്ടതെന്നാണ് അവിടെ അനൗൺസ് ചെയ്യുന്നത്. പക്ഷേ അല്ലീനെ കരയിക്കണമെന്ന് ഞങ്ങൾക്ക് ഒട്ടുമില്ലായിരുന്നു. കാരണം അല്ലി ഒന്നാമതേ പനിയായിരുന്നു, ട്രാവലൊക്കെ ചെയ്ത് പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവൾ ഉറങ്ങുന്ന സമയത്ത് ആളെ വിളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ മുടിയെടുത്തു. അങ്ങനെ തലയിൽ കട്ടൊന്നും വീണിട്ടില്ലായിരുന്നു കേട്ടോ. ശിവയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത്. അത്രയും നേരം ഞാനത് കണ്ടില്ലായിരുന്നു. ശിവ ലീവിന് വന്ന സമയം തൊട്ട് ഞങ്ങൾ വിചാരിക്കുന്നതാണ് പഴനി പോകാമെന്ന്. പക്ഷേ കുറേ കാരണങ്ങൾ കൊണ്ട് മുടങ്ങി. പിന്നെ അവസാനം ഞങ്ങൾ എത്തി. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അക്കോമഡേഷൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് ഹിഡുമ്പൻ മലയാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ നിന്ന് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ ചെയ്തത് അല്ലിയുടെ ഗോൾഡൊക്കെ ഊരി വെച്ചിട്ടാണ് കേട്ടോ പോയത്. എല്ലാവരും പറഞ്ഞു ഗോൾഡ് ഇടണ്ട, അതുകൊണ്ട് എല്ലാ ഗോൾഡും ഊരി വെച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എല്ലാ കുട്ടികളും ഗോൾഡൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അമ്പലത്തിൻ്റെ മുകളിൽ ഫോണൊന്നും യൂസ് ചെയ്തുകൂടാ, അതെപ്പോഴും ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരുപാട് പേര് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ താഴത്ത് സേഫായിട്ട് നമുക്ക് ഫോൺ വെക്കാനുള്ള ദേവസ്വത്തിൻ്റെ തന്നെ കൗണ്ടറുണ്ട്. അവിടെ ഫോൺ വെച്ചിട്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മുടെ ഫോട്ടോ എടുക്കും അവർ. അപ്പോൾ നമ്മൾ ചെന്നാൽ മാത്രം നമുക്ക് ഫോൺ തിരിച്ചു തരത്തുള്ളൂ. അങ്ങനെയായിരുന്നു. ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സേഫായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അത്. പിന്നെ ഫോൺ കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടിയുടെ കാര്യത്തിൽ കുറേ ശ്രദ്ധയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആ സ്ഥലമൊക്കെ ഒന്ന് കുറച്ച് ആസ്വദിക്കാനായിട്ട് പറ്റി. അല്ലി എഴുന്നേക്കുമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഓൾമോസ്റ്റ് ഇപ്പോൾ മുടിയെടുത്ത് കഴിയാറായി. ഒരു സൈഡും കൂടി എടുക്കാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അല്ലി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവളുടെ മുടി പോയതായിട്ട് അറിഞ്ഞത്. വലിയ റിയാക്ഷനൊന്നും ഇല്ലായിരുന്നു. ആദ്യം ഒന്ന് നോക്കി, പിന്നെ അവൾക്ക് കുഴപ്പം നോർമലായിരുന്നു. എന്നിട്ട് വൈകിട്ട് വെയിലാറി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ തലയിൽ ചന്ദനം പൂശണമായിരുന്നു. അങ്ങനെ ചന്ദനമൊക്കെ പൂശി. പിന്നെ ഒരു തേങ്ങ ഉടയ്ക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ശിവ തേങ്ങയൊക്കെ വാങ്ങി. പിന്നെ അമ്പലത്തിൽ കൊടുക്കാനുള്ള കുറച്ച് പനിനീര് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയി. അപ്പോൾ കയറുന്നതിന് മുന്നേ തേങ്ങ ഉടയ്ക്കണം. അപ്പോൾ തേങ്ങ ഉടച്ചു. അങ്ങനെ ഞങ്ങൾ പഴനിമല കയറി ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഫോൺ താഴത്ത് കൊടുക്കണമായിരുന്നു. പിന്നെ വന്നിട്ട് അല്ലിമിക്ക് ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തു. ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് അവൾ അങ്ങനെ ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എവിടെ പോയാലും അല്ലിക്കുള്ള മരുന്നൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. പഴനിക്ക് വരുന്നത് കൊണ്ട് ഞങ്ങൾ ഒരാഴ്ചത്തെ നോയമ്പ് എടുത്തായിരുന്നു. ഇറച്ചിയും മീനൊന്നും കഴിക്കത്തില്ലായിരുന്നു. പിന്നെ പഴനിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരള ഫുഡൊക്കെ കുറവാണ്, ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ശിവ പറഞ്ഞു നെക്സ്റ്റ് ഡേ നമുക്ക് എന്തായാലും 2 ദിവസം ഉണ്ട്, അപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ശിവ പറഞ്ഞു പണ്ട് ഇവിടെ വന്നപ്പോൾ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു, അതിനെ കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് ശിവ കൊണ്ടുപോയത്. പക്ഷേ ആനേനൊന്നും കാണാൻ പറ്റിയില്ല.
അവിടുത്തെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഒട്ടും നമുക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ അത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ശിവ എനിക്ക് വള വാങ്ങിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നത് അവിടുത്തെ വള വിൽക്കുന്ന ചേട്ടനാണ്. പിന്നെ വളയൊക്കെ വാങ്ങിച്ച് അവിടെ അടിപൊളി പേരക്ക കിട്ടും, നല്ല പ്രൈസും കുറവാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പേരക്കയൊക്കെ വാങ്ങി വീട്ടിലേക്ക്. ഭയങ്കര വെയിലായിരുന്നു. എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല ആ സമയത്ത് ഇറങ്ങാനായിട്ട്. ശിവ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഒരു ഉച്ച സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ വീണ്ടും അല്ലിമിക്ക് ടോയ്സ് വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറി. ഒരുപാട് ടോയ്സ് നല്ല പ്രൈസ് കുറവിലുണ്ടായിരുന്നു. ഈ ടോയ്സൊക്കെ വാങ്ങണമെന്നായിരുന്നു, പക്ഷേ അവർ താഴ്ത്തിറക്കി കഴിയുമ്പോൾ വേറൊരു വിലയാണ് പറയുന്നത്, അതുകൊണ്ട് അത് എടുത്തില്ല. പിന്നെ അതാ കുതിരവണ്ടിയിൽ തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന അക്കോമഡേഷനിലോട്ട് പോവുകയാണ്. ഞാൻ കുഞ്ഞിലെന്തോ പഴനിക്ക് വന്നപ്പോഴാണ് ആദ്യമായിട്ട് കുതിരവണ്ടിയിൽ കയറുന്നത്. പോരുന്ന ദിവസം ഉച്ചയൊക്കെ ആയപ്പോൾ ശിവ തലപ്പാക്കട്ട് ബിരിയാണി പോയി വാങ്ങി. നല്ല ടേസ്റ്റായിരുന്നു, പക്ഷെ നല്ല എരിവാണ്, കുട്ടികൾക്കൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.